കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്നേഹിക്കുന്ന പെണ്ണ് അടുത്ത് നിൽക്കുമ്പോ ആൺപിള്ളേര് സില്ലിയായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ നീ എന്താ എന്നെ കണ്ട പരിചയം പോലും കാണിക്കാതെ മുഖമൊക്കെ ഇങ്ങനെ വച്ചോണ്ട് നിൽക്കുന്നേ? സംസാരിക്ക അർജുൻ. മല്ലിയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. പെട്ടെന്ന് എന്താ മല്ലിയെ കുറിച്ച് ചോദിക്കാൻ? മല്ലി എവിടെയാണെന്ന് ഇയാൾക്കറിയോ? മല്ലി എവിടെയാന്ന് എനിക്കും അറിയില്ല അർജുൻ. മല്ലിയോട് സംസാരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അർജുൻ? ആക്ച്വലി മല്ലിയുടെ ഹസ്ബൻഡിനെ കണ്ടിട്ട് എനിക്ക് മാപ്പ് പറയണം. മല്ലിയെ കണ്ട അവളെയും കൂട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചാ ചോദിച്ചേ. പനീന്ദ്രനോട് എന്തിനാ അർജുൻ ക്ഷമ ചോദിക്കുന്നത്? എന്റെ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ക്ഷേത്രത്തിൽ പോയി നാഗമാണിക്യവും കൊണ്ട് ഞാൻ വരികയായിരുന്നു. അതിനെ ഞാൻ നാഗമാണിക്യം കൊണ്ടുവന്ന കാര്യം അമ്മയ്ക്ക് ഇനിയും അറിയില്ല. ക്ഷേത്രത്തിൽ നിന്ന് നാഗമാണിക്യവുമായി വരുമ്പോ പനീന്ദ്രൻ എന്നെ തടഞ്ഞായിരുന്നു. അവസാനം നമ്മൾ തമ്മിൽ തല്ലുകൂടുകയും ചെയ്തു. അതുകൊണ്ടാ പനീന്ദ്രനോട് പോയി സോറി പറയാന്ന് വിചാരിച്ചത്. വേണോന്ന് വെച്ചിട്ടല്ലല്ലോ അർജുൻ അതൊക്കെ സംഭവിച്ചത്. അപ്പച്ചിയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ നിനക്ക് ക്ഷേത്രത്തിലേക്ക് കയറേണ്ടി വന്നത്? അമ്മയ്ക്ക് വേണ്ടി ചെയ്താലും വേറെ ആർക്കു വേണ്ടി ചെയ്താലും ക്ഷേത്രത്തിൽ പോയി മാണിക്യം എടുക്കുന്നത് തെറ്റ് തന്നെയല്ലേ? അയാള് ആ ക്ഷേത്രത്തെയും ആ മാണിക്യത്തെയും സംരക്ഷിക്കുന്ന ആളെപ്പോലെയാ എന്നോട് പെരുമാറിയത് ഭവാനി. അതില് അയാളെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. എന്താന്നറിയില്ല, പനീന്ദ്രനോട് പോയി മാപ്പ് ചോദിക്കണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മല്ലി നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ മല്ലിയ എൻ്റെ കൂടെ വന്ന് ഇയാളുടെ വീട് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ഇയാളെ സ്നേഹിക്കുന്ന കാര്യം അറിഞ്ഞിട്ട് മല്ലിയ എന്നോട് വന്ന് തന്നോടത് പറയാൻ പറഞ്ഞത് അറിയോ? അതെ അർജുൻ, മല്ലി ഒരുപാട് രീതിയിൽ നമുക്ക് സഹായിയായിട്ടുണ്ട്. അച്ഛന് സുഖയില്ലാതായപ്പോ വ്രതം എടുക്കണമെന്ന് മല്ലി എന്നോട് പറഞ്ഞത്. മല്ലി പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാ എന്റെ അച്ഛന്റെ അസുഖം ഭേദമായത്. അച്ഛൻ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ വീട്ടില് നിന്നെപ്പറ്റി വന്ന് പറഞ്ഞതും മല്ലി തന്നെയാ. ശരിയാ, നമ്മളെ തമ്മിൽ ഒന്നു ചേർക്കണമെന്നും നമ്മുടെ കല്യാണം നടക്കണമെന്നൊക്കെ മല്ലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മല്ലി ചെയ്തെന്ന ഉപകാരം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഭവാനി. അതെ അർജുൻ, എന്നെ പറ്റി ഇത്ര ആത്മാർത്ഥതയുള്ള അർജുൻ എന്തിനാണ് എന്റെ പ്രഭുവിനെ വധിക്കേണ്ട ആവശ്യം? ആ വീരഭദ്രൻ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് പറഞ്ഞതെല്ലാം നുണയാണ്. മല്ലി നമ്മൾ തമ്മിലുള്ള കല്യാണം നടത്താൻ ശ്രമിച്ചതുപോലെ മല്ലിയുടെയും പനീന്ദ്രന്റെയും ലൈഫ് നമുക്ക് എങ്ങനെയെങ്കിലും സേഫ് ആക്കണം. ഉറപ്പായും അർജുൻ.
ഞങ്ങളെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന അർജുൻ ഒരിക്കലും ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യില്ല. ഉറപ്പായിട്ടും ആ വീരഭദ്രൻ പറഞ്ഞതെല്ലാം നുണകളാണ്. അവനെ ഇനി ഞാൻ ജീവനോടെ വിടില്ല. ഇപ്പൊ മല്ലി ആ അർജുനെ കൊന്നു കാണാം. ഇപ്പൊ ആ രണ്ട് കുടുംബവും അവന്റെ മരണത്തിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും. ഇനി എന്റെ മകനെ കല്യാണം കഴിക്കുകയല്ലാതെ ഭവാനിക്ക് വേറെ ഒരു വഴിയും ഉണ്ടാവില്ല. ഇനി ആ കുടുംബം മുഴുവനും എന്റെ കാലടിയിൽ വന്ന് വീഴും. ഭവാനിയെ എന്റെ മരുമകളാക്കാൻ എല്ലാവരും വന്ന് എന്നോട് കെഞ്ചും. ഇത്രയും വേഗം വന്നോ മല്ലി? ഇത്രയും വേഗം വന്നിട്ടുണ്ടെങ്കിൽ നീ ആ അർജുനെ കൊന്നിട്ടുണ്ടാവും അല്ലേ? കൊന്നില്ലേ? അർജുനെ ഞാൻ കൊന്നിട്ടില്ല. നിന്നെ കൊല്ലാനാ ഞാൻ വന്നത്. ആ അർജുൻ എന്നെ കുറിച്ചും എന്റെ പ്രഭുവിനെ കുറിച്ചും നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നെ എന്റെ പ്രഭുവിനെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാവൻ. അങ്ങനെയുള്ള ഒരാള് എന്റെ പ്രഭുവിനെ വധിച്ചിട്ട് നാഗമാണിക്യം കൊണ്ടുപോയെന്നാണോ നീ പറയുന്നേ? നിന്നെ പോലുള്ള ദുഷ്ടന്മാരെ വെറുതെ വിട്ടാൽ നല്ല മനുഷ്യരെ നീ ജീവിക്കാൻ അനുവദിക്കില്ല. നിന്നോട് ക്ഷമിക്കാനേ പാടില്ല. സത്യം പറഞ്ഞ കൊല്ലില്ല എന്ന് വാക്ക് തന്നതല്ലേ? പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ നീ എന്നെ കൊല്ലാൻ നോക്കുകയാണ് മല്ലി. നീ ദുഷ്ടനാണെന്ന് അറിഞ്ഞിട്ട് കൂടി നിന്നെ കൊല്ലില്ല എന്ന് വാക്ക് തന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ ഒരു തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല. ഞാൻ നിന്നോട് സത്യമാ പറഞ്ഞ മല്ലി, അത് കള്ളമല്ല. നീ വിചാരിക്കുന്ന പോലെ അർജുൻ നല്ലവനായിരിക്കാം, പക്ഷെ ആ നാഗമാണിക്യം എടുത്തത് അവൻ തന്നെയാ. ആ അർജുനാണ് സത്യം മല്ലി. നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ നിന്നെ കൊല്ലാനായി ഞാൻ തിരിച്ചു വന്നത്. അർജുൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒന്ന് സമാധാനപ്പെടുമല്ലേ? ഇനിയും നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ പറയുന്നൊന്ന് കേക്കുമല്ലേ? നീ പറയുന്നതൊന്നും ഇനി ഞാൻ വിശ്വസിക്കില്ല. അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്കുമല്ലേ? എനിക്ക് കുറച്ച് സമയം കൊടുത്താ ആ അർജുൻ തന്നെയാണ് നാഗമാണിക്യം കൊണ്ടുപോയതെന്ന് നിനക്ക് തെളിവോടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ തെളിയിച്ചില്ല എന്ന് വെച്ചോ, അപ്പൊ നീ എന്നെ കൊന്നോ? ഇപ്പോ എനിക്ക് ഒരു അവസരം കൂടെ താമല്ലേ. പനീന്ദ്രനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കാം. സത്യം മനസ്സിലാക്കാതെ നീ എന്നെ കൊന്നു കഴിഞ്ഞാ ശരിക്കും പനീന്ദ്രനെ കൊന്നതാരാണ്, ആ നാഗമാണിക്യം കൊണ്ടുപോയത് ആരാണ് എന്ന് നിനക്കറിയാതെ പോവും. ഞാൻ പറയുന്നത് കേക്കുമല്ലേ? ആ നാഗമാണിക്യം കൊണ്ടുപോയത് ആരാണെന്ന് ഞാൻ തെളിയിക്കാം. എനിക്ക് കുറച്ച് സമയം താ. ഞാൻ പറയുന്നത് കേക്കുമല്ലേ? അമ്മോ, നാഗമാണിക്യം കൊണ്ടുപോയത് അർജുനാണെന്ന് പറഞ്ഞിട്ട് മല്ലി വിശ്വസിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് മല്ലിയെ കൊണ്ട് അർജുനെ കൊല്ലിക്കണം, അല്ലാതെ വഴിയില്ല. ഞാൻ ഇതേ രൂപത്തിൽ തുടർന്നാൽ മനുഷ്യർക്കിടയിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. മനുഷ്യരുമായി അടുത്തിടപഴകിയാലേ മാണിക്യം ആരുടെ പക്കലാണെന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതാരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മനുഷ്യരൂപം പ്രാപിച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇപ്പൊ തന്നെ മനുഷ്യരൂപം പ്രാപിക്കണം.
മല്ലി, മല്ലി, നീ ഇതെവിടെയായിരുന്നു? ഒരുപാട് നാളായിട്ട് നിന്നെ കാണുന്നില്ലായിരുന്നല്ലോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കിങ്ങോട്ട് വരാൻ സാധിച്ചില്ല അർജുൻ. എന്ത് പ്രശ്നം മല്ലി? ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. നിന്റെ പനീന്ദ്രൻ ക്ഷേത്രത്തിനുള്ളിലെ നാഗമാണിക്യം സംരക്ഷിക്കുന്നതിനായി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? ഒരു മനുഷ്യൻ നിന്റെ പനീന്ദ്രനോട് വഴക്കിട്ട ആ നാഗമാണിക്യം കൈക്കലാക്കി. ആ മാണിക്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത മനോവേദന, ശരീരത്തിലേർപ്പെട്ട മുറിവുകൾ, ഇത് രണ്ടും പനീന്ദ്രന്റെ കണ്ണുകളിൽ കാണാൻ കഴിയും. അവന്റെ കണ്ണിലെരിയുന്ന പക തീർന്നാൽ മാത്രമേ അവന് പഴയപടി ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ സാധിക്കുകയുള്ളൂ. പറയുമല്ലി, എന്താ പ്രശ്നം? അത് ആ പ്രശ്നം ഞാൻ സ്വന്തമായിട്ട് എന്നെ തീർക്കാനുള്ളതാ. അത് ആരോടും പറയാൻ പാടില്ല. ഞാൻ മനുഷ്യനായിരുന്നെങ്കിൽ എന്റെ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം നിന്നോട് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനല്ലല്ലോ. എന്നുവെച്ചാ നീ മനുഷ്യനല്ലേ? മുന്നും പിന്നെ നോക്കാതെ ഞാനിത് എന്ത് മണ്ടത്തര വിളിച്ച് പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ഞാൻ പറയാ? പറമല്ലി, നീ മനുഷ്യനല്ലെന്നൊക്കെ പറയുന്നു. അത് അത് മറ്റു മനുഷ്യരെ പോലെ അല്ലല്ലോ എന്ന് പറയാൻ വന്നതാ. ശരിയാ, നീ മറ്റു മനുഷ്യന്മാരെ പോലെ അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നുവെച്ചാ ഞാൻ മനുഷ്യനല്ലെന്ന കാര്യം അർജുൻ അറിയാന്നാണോ? നിന്റെ മനസ്സിലെപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നല്ല മനസ്സാ നിന്റേത്. സത്യം പറയുകയാണെങ്കിൽ മല്ലി, എത്രയും പെട്ടെന്ന് നിന്നെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു എനിക്ക്. പനീന്ദ്രന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്റെ ചേട്ടനെ കുറിച്ചുള്ള എന്ത് കാര്യമാണ് ചോദിക്കാനുള്ളത്? അത് പിന്നെ മല്ലി, നിന്റെ പനീന്ദ്രൻ എവിടെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അയാളെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കായിരുന്നു. ഇനിയിപ്പോൾ അയാളെ കാണാത്ത സ്ഥിതിക്ക് നിന്നോട് എന്നെ കാര്യങ്ങൾ ഞാൻ പറയാൻ പറ്റില്ല. എന്താ പറയാനുള്ളത്? അന്ന് എന്താ നടന്നതെന്ന് വെച്ചാ, നിന്റെ പനീന്ദ്രൻ എന്നെ അതുപോലെ മല്ലി അങ്കിൾ എവിടെ നിൽക്കുകയാണോ? കല്യാണത്തിന് തീയതി കുറിക്കാൻ ജോത്സ്യം വന്നിട്ടുണ്ട്. അങ്കിളിനെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. മല്ലിയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നീ പോയിക്കോ, ഞാനങ്ങ് വന്നേക്കാം. എല്ലാരും അങ്കിളിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. വാ അങ്കിൾ. മനസ്സിലാക്കും. മല്ലിയാൻറ്റി നമ്മുടെ വീട്ടിലുള്ളതല്ലേ, എപ്പോ വേണേലും സംസാരിക്കാമല്ലോ. വാ അങ്കിൾ. മല്ലി, നമുക്ക് പിന്നെ സംസാരിക്കാം. മല്ലി, ഇന്ന് എന്റെയും ഭവാനിയുടെയും കല്യാണത്തിന്റെ മുഹൂർത്തം കുറിക്കുവാണ്. നിനക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് വന്നാ. ഞങ്ങളെ രണ്ടുപേരും ഒരുമിപ്പിക്കാനും കല്യാണം നടത്തി വെക്കാനും ഒരുപാട് ശ്രമിച്ചത് നീയല്ലേ? നീയും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായാണ്. എന്റെ പ്രാർത്ഥന കൊണ്ട് ഭവാനിക്ക് ഇഷ്ടപ്പെട്ട ആളെ അവക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഞാൻ അടുത്തുണ്ടെങ്കിൽ അവക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. നീ എന്താ മല്ലി ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വരാം, നീ പൊക്കോ. ജീവന് തുല്യം സ്നേഹിച്ചവര് നമ്മളെ വിട്ടു പോകുമ്പോൾ അതിന്റെ വേദന എത്രമാത്രമാണെന്ന് എന്റെ പ്രഭുവിന്റെ കാര്യത്തിൽ തന്നെ എനിക്കറിയാം. ഭവാനി സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ.
നമസ്കാരം അമ്മേ. നമസ്കാരം. നമസ്കാരം. ആ, ഇതെന്റെ മോൻ കൃഷ്ണനാഥ പണിക്കര് ജീവനോടെ ഉള്ളപ്പം നടക്കേണ്ട കല്യാണമാണ്. പക്ഷെ അവൻ അവന്റെ ആഗ്രഹം സാധിക്കാതെ നമ്മളെയൊക്കെ വിട്ടുപോയി. കല്യാണം എന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കുന്ന ഒന്നല്ലല്ലോ. കല്യാണത്തിന് സമയമാവാതെ നമ്മൾ എത്ര ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല. പറഞ്ഞത് ശരിയാ ജോത്സ്യരെ. എന്റെ കൊച്ചുമോള് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും സാന്നിധ്യത്തിൽ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിച്ചതാ. അവളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാ അവളുടെ ചേട്ടൻ വന്നപ്പോ തന്നെ ഈ കല്യാണം നടത്തുന്നത്. മല്ലി, ഇത്രയും നാള് നീ ആരോടും പറയാതെ എവിടെയാ പോയത്? എന്തോ പ്രശ്നത്തിലായിപ്പോയെന്ന്, അതുകൊണ്ടാ വരാൻ പറ്റാത്തതെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് വന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയൊന്നും അല്ല ഭവാനി. എന്താ മല്ലി, നിനക്ക് സുഖാണോ? മുത്തശ്ശി, ഏതായി കുട്ടി? കഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോ അമ്മാവനും മുത്തശ്ശിയും കൂടി സ്വന്തം വീട് പോലെ കണ്ട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഓ, അങ്ങനെയാണോ? എന്റെ കല്യാണം നന്നായി നടക്കണമെന്ന് നിനക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടാ കറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ എത്താൻ കഴിഞ്ഞത്. അവരായിട്ട് വന്നതല്ല, അങ്കിള് വിളിച്ചപ്പോ വന്നതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയ വയല് വലിയ വർത്തമാനം വേണ്ട. മോനെ, നീ ചെന്ന ജാതകം എടുത്തോണ്ട് വാ. ശരിയമ്മായി. അമ്മായി. ജോത്സ്യരുടെ കൈ. ശരി അമ്മായി. ദേ ജോത്സ്യരെ. ജോത്സ്യരെ, എന്റെ മകൻ അർജുന്റെയും എന്റെ അനിയന്റെ മകൾ ഭവാനിയുടെയും ജാതകപ്പൊരുത്തം നോക്കി നല്ലൊരു മുഹൂർത്തം കുറിക്കാൻ. നിങ്ങൾ രണ്ടുപേരും ജാതകം നോക്കിട്ടാണോ സ്നേഹിച്ചേ? പിന്നെന്തിനാ ഈ കല്യാണത്തിന് ജാതകമൊക്കെ നോക്കുന്നേ? ആ.